സക്കറിയ 9:12. പ്രത്യാശയുടെ തടവുകാരെ, പ്രത്യാശ ഉള്ളവരും പ്രത്യാശ നഷ്ടപ്പെട്ടവരും തടവിലാക്കപ്പെട്ടവരും ഒക്കെ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങി വരിക. നമ്മുടെ രക്ഷാദുർഗം യേശു ക്രിസ്തു എന്ന വ്യക്തിയാ. കാൽവരി കുരിശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവ നമ്മുടെ രക്ഷാദുർഗം. അവിടെ കയറിപ്പറ്റിയാൽ പിന്നെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. രക്ഷാദുർഗം, അവിടേക്ക് വരിക, രക്ഷാദുർഗത്തിലേക്ക് മടങ്ങി വരിക. അടുത്ത വചനം പറയുന്നു, നിനക്ക് ഇരട്ടി പങ്ക് മടക്കി തരുമെന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്നു. അവിടെ ഒരു പ്രഖ്യാപനമാണ് കർത്താവ് ചെയ്യുന്നത്. ജീവിതത്തില് സമ്പത്ത് നഷ്ടപ്പെട്ടവരുണ്ട്, ആരോഗ്യം നഷ്ടപ്പെട്ടവരുണ്ട്, ജീവിതത്തില് എല്ലാം തകർന്നവരുണ്ട്. കർത്താവ് വിളിക്കുന്നു, നിനക്ക് നഷ്ടപ്പെട്ടത് ഇരട്ടിയായി 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 ഞാൻ തിരിച്ചു തരും. നമ്മുടെ കർത്താവ് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇരട്ടിയായിട്ട് കർത്താവ് തിരിച്ചു തരും. നിനക്ക് എന്തു നഷ്ടപ്പെട്ടോ ഇരട്ടിയായിട്ട് തിരിച്ചു തരും. ഹല്ലേലൂയ. ഞാനിപ്പോൾ അനുഭവം പറഞ്ഞില്ലേ, 10 കോടി കടബാധ്യക്കാരൻ, ഉറപ്പാണ് കർത്താവ് അവൻ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കും. അവൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. ഒരിക്കല് കളത്തിപ്പടി ക്രിസ്ത്യനിൽ ധ്യാനിക്കാൻ വന്നൊരു ഫാമിലി, ഭാര്യയും ഭർത്താവും 3-4 മക്കളും ഉണ്ട്. അന്ന് ആ മനുഷ്യന് 2 കോടി രൂപ കടബാധ്യത. 2 കോടി രൂപ കടബാധ്യത. ആത്മഹത്യയുടെ വക്കല്. കടക്കാര് കടം കൊടുത്തവരൊക്കെ വീട്ടിൽ നിന്നും കയറുന്നു. പലിശ കൊടുത്ത് മടുത്തു. കാരണം പലിശ കൊടുക്കാൻ പോലും ഒരു വഴിയില്ല. തകർന്ന ഒരു മനുഷ്യൻ. ആ കുടുംബത്തോട് ഞാൻ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സഹോദര, ദൈവം ഇടപെടും. സഹോദരന് വേണ്ടി ദൈവം ഒരു അത്ഭുത ഇടപെടൽ നടത്തും. ഒന്ന് വിശ്വസിച്ചേ. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്. ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുന്നവനാണ്. ദൈവത്തിന് 1 സെക്കൻഡ് മതി വഴി തുറക്കുവാനായിട്ട്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഞാൻ ഇച്ചിരി സംസാരിച്ചു, വിശ്വാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ആ മകൻ്റെയും കുടുംബത്തിനൊക്കെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ട് ദിവ്യകാരുണ്യ ആരാധന നടക്കുമ്പോൾ കർത്താവ് ശക്തമായ മെസ്സേജ് നൽകി. ആ കടബാധ്യതയുള്ള മകൻ്റെ ജീവിതത്തെ കർത്താവ് ഏറ്റെടുക്കുന്നു. അതിൻ്റെ പിറ്റേ മാസം ആ മകൻ വീണ്ടും ധ്യാനിക്കാൻ വന്ന് കുടുംബസഹിതം. അന്ന് പങ്കുവെച്ച അനുഭവം ഇതാണ്. സാക്ഷ്യം പറഞ്ഞു. ആ മകൻ്റെ ഭാര്യയുടെ ബന്ധുക്കളും ആരാണ്ട് പ്രിയപ്പെട്ടവരൊക്കെ വിദേശത്തുണ്ട്. അവരെല്ലാം കൂടെ ഹെൽപ്പ് ചെയ്തു. 1 കോടി രൂപ ഉണ്ടാക്കി കൊടുത്തു. അത്ഭുതകരമായിട്ട് കടബാധ്യത തീർന്നു. 1 കോടി തീർന്നു. ഇനി 1 കോടി രൂപ ഉണ്ട്. ആ മനുഷ്യൻ കളത്തിപ്പടി ക്രിസ്ത്യനിൽ 2 ധ്യാനം അവരൊന്നിച്ചുകൂടി തുടർച്ചയായിട്ട് 6 ധ്യാനങ്ങളിൽ ആ മനുഷ്യൻ പങ്കെടുത്തു. 6 ധ്യാനം. ആ മനുഷ്യൻ കുറച്ച് സ്ഥലം വിൽക്കാനുണ്ട്. സ്ഥലം വിറ്റു. അവസാനം മുഴുവൻ കടബാധ്യത തീർന്നു. അത് കഴിഞ്ഞ് വന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇപ്പൊ പഞ്ചായത്ത് മെമ്പറാ. കടം മുഴുവൻ കർത്താവ് തീർത്തു. അദ്ദേഹം പറയുക, കടക്കാർ വരുമ്പോൾ വീടിന്റെ അകത്ത് കയറി ഒളിച്ചിരുന്ന മനുഷ്യനാ ഇന്ന് ഇറങ്ങി നടക്കാം. നിന്റെ ദൈവം സർവശക്തനാ. ശത്രുവിന്റെ മുൻപിൽ വിരുന്നൊരുക്കുന്നവൻ. തകർന്നടിഞ്ഞ ജീവിതങ്ങളെ അവൻ പണിതുയർത്തും. 3 യുവാക്കന്മാരെ തീച്ചൂളയിൽ എറിഞ്ഞപ്പോൾ അഗ്നി അവരെ തൊട്ടില്ല, അഗ്നി അവരെ വേവിച്ചില്ല, അഗ്നി അവരെ വേവിക്കാനായിട്ട് സാധിച്ചില്ല. അവിടെ പറയുന്നുണ്ട്, അവിടെ ശരീരത്തിൽ ഒരു രോമം പോലും കരിഞ്ഞു പോയില്ല. അഗ്നികുണ്ഡത്തില് അവർക്ക് ഒരു എയർ കണ്ടീഷൻ സംവിധാനം ദൈവം ഒരുക്കി കൊടുക്കുക. ഹല്ലേലൂയ. നമ്മുടെ ദൈവം വലിയവനാണ്. നമ്മുടെ ദൈവം വലിയവനാണ്. അഗ്നികുണ്ഡത്തിൽ അവന് അവിടെ അവർക്ക് എയർ കണ്ടീഷൻ തന്നെ ഒരുക്കിയെടുത്തു. തീ അവരെ തൊട്ടില്ല. സഹനത്തിന്റെ അഗ്നികുണ്ഡത്തിൽ, രോഗത്തിന്റെ അഗ്നികുണ്ഡത്തിൽ, കടബാധ്യതയുടെ അഗ്നികുണ്ഡത്തിൽ, കുടുംബ തകർച്ച, ഭാര്യ ഭർത്താക്കന്മാർ മക്കളുടെ ബന്ധത്തിന്റെ തകർച്ച, എന്തുമാവട്ടെ, ഏത് തീക്കുണ്ടത്തിൽ നീ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും നിന്നെ പൊള്ളാതെ സൂക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കെൽപ്പുണ്ട്. വിശ്വസിക്കുന്നവർക്ക് കരമടിച്ചേ. ഒന്ന് കരമടിക്കുന്നത് ശക്തമായിട്ട്. ഹല്ലേലൂയ.
ഏത് തീക്കുണ്ടത്തിൽ, ഏത് അഗ്നിയിൽ നിങ്ങൾ കിടന്നാലും അവിടെ പൊള്ളലേൽക്കാതെ കർത്താവ് എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും അവൻ കാത്തു സൂക്ഷിക്കും. ഞാൻ ഉറപ്പ് തരാം. പൊള്ളുവാൻ കർത്താവ് അനുവദിക്കത്തില്ല, തകർന്നു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. അഗ്നികുണ്ഡത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോഴും അവിടെ അവൻ എയർ കണ്ടീഷൻ സൃഷ്ടിക്കും. അഗ്നി നമ്മളെ പൊള്ളിക്കത്തില്ല. സമുദ്രത്തിലൂടെ കടന്നാൽ ജലം നിന്നെ മുക്കിക്കളയത്തില്ല. അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേൽക്കത്തില്ല. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാ. ആർക്കും നിന്നെ മുക്കാൻ പറ്റത്തില്ല. അഗ്നിയിലൂടെ നടക്കുമ്പോൾ അഗ്നി നിന്നെ പൊള്ളിക്കത്തില്ല. ആർക്കും നിന്നെ തകർക്കാൻ പറ്റത്തില്ല. ജീവിക്കുന്ന ദൈവം, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിന്റെ കൂടെയുണ്ട്, നിന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കയ്പ് നിറഞ്ഞ നിന്റെ ജീവിതത്തെ അവൻ ഏറെ മധുരമുള്ളതാക്കി മാറ്റും. നിന്റെ കുടുംബത്തിന്റെ ഭാവി, കുഞ്ഞുങ്ങളുടെ ഭാവി, തലമുറകളുടെ ഭാവി അവൻ ഒത്തിരി അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് പോവുക. അഗ്നി നിന്നെ തൊടത്തില്ല, ജലം നിന്നെ പൊക്കത്തില്ല. അഗ്നികുണ്ഡത്തിൽ കിടക്കുമ്പോഴും നിന്റെ ശരീരത്തിൽ പൊള്ളലേൽക്കത്തില്ല. നിന്നെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു ദൈവം, നിന്നെ നെഞ്ചോട് ചേർത്ത് പൊള്ളിക്കാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അവനാണ് നിന്നെ ഒത്തിരി സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച അപ്പമായി തീർന്നവൻ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ സമൂഹത്തിൽ ഈ മന്ത്രവാദം, ആഭിചാരം, ശുദ്ധകർമ്മങ്ങൾ, കൂടോത്രം, ഇങ്ങനെയുള്ള പരിപാടികൾ ശക്തമായിട്ട് ഈ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് പലരുടെ അനുഭവങ്ങൾ എനിക്കറിയാം. നമ്മൾ ഈ വഴിയിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ വ്യക്തമായി നമുക്കറിയാം ഈ മേഖല. അല്ല, ബ്ലാക്ക് മാസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ അടുത്ത പ്രദേശത്തൊക്കെ ഉണ്ട്. എറണാകുളത്തുണ്ട്, അടുത്ത പല ചില സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ബ്ലാക്ക് മാസുകൾ നടക്കുന്നുണ്ട്, ആഭിചാരങ്ങൾ നടക്കുന്നുണ്ട്, തിന്മകൾ നടക്കുന്നുണ്ട്. കത്തോലിക്ക കുടുംബങ്ങൾ തകർക്കുക, ബിസിനസ് തകർക്കുക, ജോലി തകർക്കുക, ഏത് മേഖലയിലും കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുക, അതിനു വേണ്ടിയുള്ള പരിപാടികൾ ധാരാളമായിട്ട് നടക്കുന്നു. ഞാനൊരു അനുഭവം പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ മുമ്പത്തെ മാസം ഒരു ധ്യാന കേന്ദ്രത്തിൽ നമ്മൾ ധ്യാനം നടക്കുക, താമസ ധ്യാനം. ആ ധ്യാനം നടക്കുമ്പോൾ ഒരു ചേച്ചിയും 2 പെൺമക്കളും എൻ്റെ അടുക്കൽ വന്നു. വൈകിട്ട് അത്താഴത്തിന് 9 മണിക്ക് വിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഇവരും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാൻ. ആ ചേച്ചി കരയുക, എന്നോട്, ബ്രദറെ, 2 പെൺമക്കൾ, ആ സ്ത്രീയുടെ ഭർത്താവ് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, വലിയ നിലയിൽ ജീവിക്കുന്നവർ, പക്ഷെ നല്ല പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. ആ ചേച്ചി വന്നിട്ട് പറയാം, ബ്രദറെ, എൻ്റെ മകള് ഒരു കെണിയിൽപ്പെട്ടു, ഒരു കുടുക്കിൽപ്പെട്ടു. ആ അനുഭവം ആ പെൺകുട്ടി എന്നോട് പങ്കുവെച്ചു. അവൾ രക്ഷപ്പെട്ടു, ദൈവം രക്ഷപ്പെടുത്തിയവളെ. അവൾ പറയുകയാണ്, അവൾ കോളേജിൽ പഠിക്കുന്ന കോളേജിൽ അവരുടെ ക്ലാസ്സിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു അന്യമതസ്ഥനാണ്. ഇവളോട് പലതവണ പ്രേമാഭ്യർത്ഥന നടത്തി. ഇവൾ അതിനൊന്നും വഴങ്ങിയില്ല, തയ്യാറായില്ല. പിന്നീട് സംഭവിച്ചത്, ഇവളുടെ കൂട്ടുകാരികളൊക്കെ അവളുമാർക്കൊക്കെ ഓരോരുത്തരുമായിട്ട് കണക്ഷനാണ്. ഇവളെ പ്രേരിപ്പിച്ചു, അവൻ നേടിക്കുഴപ്പം അങ്ങനെയൊക്കെ പ്രേരിപ്പിച്ചു. എന്നിട്ടും ഇവൾ തയ്യാറായില്ല. ഒരു ദിവസം ഇവരുടെ കോളേജിൽ വെച്ച് ഇവൻ്റെ ബർത്ത്ഡേ ആയി, പയ്യൻ്റെ. ക്രൈസ്തവനാണ്. അവൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അവൻ കുറച്ച് മഞ്ച് എന്ന് പറയുന്ന മുട്ടായി ക്ലാസ്സിൽ വിതരണം ചെയ്യാനായിട്ട് കൊണ്ടുവന്നു. സ്പെഷ്യലായിട്ട് ഒരു ചോക്ലേറ്റും ബാക്കി മഞ്ച് മുട്ടായി. ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ഇവൻ മഞ്ച് കൊടുത്തു. ഈ പെൺകുട്ടിക്ക് മാത്രം ഇവന് ചോക്ലേറ്റ് കൊടുത്തു. അവൾ ചോക്ലേറ്റ് മേടിച്ചു, അവളും കഴിച്ചു, ബാക്കിയുള്ളൊരു മഞ്ചൊക്കെ കഴിച്ചു. എന്തുമാകട്ടെ, അതോടെ ഇവരുടെ മനസ്സ് മാറി. ഇവനെ മതി. പിന്നെ അവൻ പറയുന്ന പോലെ തന്നെ അതിനപ്പുറത്തൊന്നുമില്ല. കാര്യങ്ങൾ വന്ന് പോക്കുണ്ടോ, സംഭവം പിടിവിട്ട് പോയി. അതായത് ഈ വശീകരണ മന്ത്രം അല്ലെ ആഭിചാരം, ഇതൊക്കെ സത്യമാണ്. നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പല ക്രൈസ്തവ കുടുംബങ്ങൾ തകർന്നു, നമ്മുടെ പെൺകുട്ടി നഷ്ടമായി, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് തകർന്നു, ജോലി തകർന്നു, പല വിധത്തിൽ പ്രയാസങ്ങൾ. അതിൻ്റെ പിന്നിലൊക്കെ ശത്രുതയോടെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ ഇന്ന് ഇതിവിടെ വ്യാപകമാണ്, അഭിചാരവും ശുദ്ധകർമ്മങ്ങളും. ഹല്ലേലൂയ. നമ്മൾ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, പരിത്യാഗ പ്രവർത്തനം ചെയ്യണം, നമ്മുടെ സമ്പത്ത് കൊണ്ട് പാവങ്ങളെ സഹായിക്കണം, വിശക്കുന്നതിന് ആഹാരം കൊടുക്കണം. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ, കുറേ നന്മകൾ നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ ഈ ചിറ്റടിയിൽ എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ ഉച്ചയ്ക്ക് കഞ്ഞി കൊടുക്കുന്നുണ്ട്. കഞ്ഞി കൊടുക്കാനായിട്ട് പലരും സഹായിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ സഹായിച്ചാണ് കാര്യം നടക്കുന്നത്.
അപ്പോൾ ഇവിടെ എത്രയോ പേര് സാക്ഷ്യം പറഞ്ഞു. കഞ്ഞി കൊടുക്കാനായിട്ട് തീരുമാനമെടുത്തപ്പോൾ തന്നെ അവിടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു. അല്ലേ? ഓർക്കുന്നുണ്ടോ? ഇവിടെ സാക്ഷ്യം പറഞ്ഞു. ഒക്കെ ഒരിക്കലും അമ്മച്ചി പറഞ്ഞാണ്, അമ്മച്ചൻ്റെ മോള് ഗൾഫിലാണ്, ജോലി നഷ്ടപ്പെട്ടു, ജോലിയില്ല. അപ്പം വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു, മോളെ നീ ഒരു നേരത്തെ കഞ്ഞി ഇവിടെ കൊടുക്കാണ്ട് നേർച്ച നേർന്നു, നിനക്ക് ഉറപ്പായിട്ട് ജോലി കിട്ടുമെന്നാണ്. നേർച്ച നേർന്നു. മോള് പൈസ അയച്ചു കൊടുക്കുന്നതിന് മുന്നേ അമ്മ ഇവിടെ പൈസ കൊണ്ട് നേപ്പിച്ചു 3000 രൂപ. അന്ന് നേർച്ച നേർന്ന അന്ന് തന്നെ ജോലിയും കിട്ടി. അടുത്ത ജോലി കർത്താവ് കൊടുത്തു. അതുപോലെ പല സാക്ഷ്യങ്ങൾ. അതിന് വലിയൊരു പുണ്യമുണ്ട്. ഭക്ഷണം കൊടുക്കുന്ന വലിയ പുണ്യമുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ അന്ത്യവിധിക്കായിട്ട് നമ്മൾ കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ഒന്ന് വായിക്കാം. നീ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ, ഉപദ്രവിച്ചിട്ടുണ്ടോ, അടിച്ചിട്ടുണ്ടോ, ഇടിച്ചിട്ടുണ്ടോ, ചീത്ത വിളിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ അത് പാപത്തിൻ്റെ മേഖലയാണല്ലോ. അതൊന്നുമല്ല കർത്താവ് ചോദിക്കുന്നത്. കർത്താവ് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് പറയാമോ? ഇവിടെ പറയുന്നു മത്തായിയുടെ സുവിശേഷം 25-ന്റെ 35 എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നോ? അല്ലേ? അതാണ് ചോദ്യം. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നോ? അതൊരു ചോദ്യമാണ്. കർത്താവ് ചോദിക്കാൻ പോകും. അപ്പം നമ്മൾ ഭക്ഷിക്കാൻ കൊടുക്കണമെന്നുണ്ട്. ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ കേരളം സമ്പൂർണ്ണമായിട്ട് പട്ടിണി രഹിത സംസ്ഥാനമാണെന്ന്? ആരും അങ്ങനെ ചിന്തിക്കണ്ട. ഈ കേരളത്തിൽ പട്ടിണി കിടക്കുന്ന ധാരാളം പേരുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ ഞങ്ങൾ കൊല്ലത്ത് കൺവെൻഷൻ, ഹൃദയസ്പർശ ഒരു സംഭവം. കൊല്ലത്ത് കൺവെൻഷൻ എന്നപ്പോൾ മരുത്തോങ്കര എന്ന സ്ഥലത്ത് കൺവെൻഷൻ എന്നപ്പോൾ അവിടെ പള്ളിയിൽ ഉച്ചയ്ക്ക് കഞ്ഞി കൊടുക്കുന്നുണ്ട്, കുർബാനയും നൊവേനയും കഴിഞ്ഞിട്ട്. അവിടുത്തെ ആ ഒരു ആളുകളുടെ തിക്കും തിരക്കും ഇടിയും ആ പാവപ്പെട്ട മനുഷ്യരുടെ അവസ്ഥയൊക്കെ കണ്ട് നമുക്ക് സങ്കടം തോന്നും. അവിടുത്തെ മത്സ്യത്തൊഴിലാളിട്ടിരിക്കുന്ന മുണ്ടും ഷർട്ടും ഒക്കെ കണ്ട് അവിടെ 2 വർഷമായിട്ട് മീനില്ല. വളരെ തുച്ഛമായി കിട്ടുന്ന വള്ളങ്ങളുമായിട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് മീനില്ലാതെ വരുന്നു. ഭയങ്കര കഷ്ടപ്പാട് അവർ പങ്കുവയ്ച്ചു. അവർ സ്ത്രീകളൊക്കെ ഉടുത്തിരിക്കുന്ന അവിടെ സാരിയും അവിടെ ഡ്രസ്സും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് സഹതാപം തോന്നും. അങ്ങനെ അതുപോലെ ദാരിദ്ര്യമാണേ. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പാവപ്പെട്ടവരുടെ ഇടയിലുണ്ട്, വീടില്ലാത്തവരുണ്ട്, മക്കളെ കെട്ടിച്ചയക്കാൻ പറ്റാത്തവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്, ഒത്തിരി പ്രയാസപ്പെടുന്നവരുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന ഒരു അപ്പനും അമ്മയും സങ്കടത്തോടെ പറഞ്ഞ ഒരു കാര്യമാണ്. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഇവിടെ വന്നപ്പോൾ എന്നോട് പങ്കുവെച്ചതാണ്. അപ്പനും അമ്മയും ഇവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞു. അവരുടെ മകൻ 2 വർഷമായിട്ട് ജയിലിലാണ്. 2 വർഷമായി മയക്കുമരുന്ന് MDMA എന്ന മയക്കുമരുന്നായിട്ട് പിടിച്ചു. ഒരു മകനും ഒരു മകളെയാണ്. മകളെ കെട്ടിച്ചുകൊണ്ട് പാവപ്പെട്ട കുടുംബമാണ്. ഒരു മകനും മകളേ ഉള്ളൂ. മകനെ പിടിച്ചു, MDMA ആയിട്ട് പിടിച്ചിട്ട് 2 വർഷമായിട്ട് ജയിലില്ല. അവർ പറയുന്നു മകനെ പിന്നെ കണ്ടിട്ടില്ല. കാരണം കേസിനെ പറയുവാനോ ജാമ്യം എടുക്കാനോ കാര്യം ചെയ്യാനോ ഒന്നും ഒരുത്തരുമില്ല. ഈ അപ്പനും അമ്മയൊക്കെ ദാരിദ്ര്യത്തിലാണ്, ഒരു മാർഗ്ഗമില്ലാത്തവരാ. 2 വർഷമായിട്ട് 35 വയസ്സുള്ള മകൻ ജയിലിലാണ്. ഒത്തിരി സങ്കടത്തിലാണ്. പ്രാർത്ഥിക്കാമെന്ന്. ഇതുപോലെ വിഷമിക്കുന്നവരും പ്രയാസപ്പെടുന്നവരും ഒക്കെ ഉണ്ട്. വചനം പറയുന്നുണ്ട്, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നീ എന്നെ വന്ന് കണ്ടില്ല. എനിക്ക് വിശന്നു, ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, ഞങ്ങളെന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, ഞങ്ങളെന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗ്രഹത്തിലുമായിരുന്നു, ഞങ്ങളെന്നെ സന്ദർശിച്ചില്ല. ഇനി നമുക്ക് പോയി കാണാൻ പറ്റിയില്ലെങ്കിലും അവർക്കുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനെങ്കിലും പറ്റണം. അത് കഷ്ടത അനുഭവിക്കുന്ന വലിയ ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമായിട്ട് ദാരിദ്ര്യവും വസ്ത്രമില്ല കഷ്ടപ്പെടുന്നവർ ഒക്കെയുണ്ട്. മക്കളെ നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റുന്നില്ല, നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പണമില്ല. എത്രയോ പേരാണ് വിഷമിക്കുന്നത്. ഇവിടെയൊക്കെ ഞാൻ ഓർക്കണേ, എത്ര പേരാണെന്നറിയാ വന്നിട്ട് പറയുന്നത് മക്കളെ വിദേശത്ത് പഠിക്കാൻ പറ്റും. അല്പം ബുദ്ധിമോശം വല്ലതും കാണിച്ചിട്ടുണ്ട്. പണം, വീടും സ്ഥലമൊക്കെ ഈട് വെച്ചിട്ട് മക്കളെ ഇവിടെ UK-ലും ഓസ്ട്രേലിയൊക്കെ പഠിക്കാനും ഒക്കെ വിട്ടു. ഇപ്പം പിള്ളേർക്ക് അവിടെ നല്ല ജോലിയില്ല, പൈസ വരുന്നില്ല, പഠനം ഉഴപ്പി എങ്ങനെയാകട്ടെ കടബാധ്യത, വീട് സ്ഥലമൊക്കെ ജപ്തി. അങ്ങനെ ഒത്തിരി പേര് വിഷമിക്കുന്നുണ്ട്. അത് ശരിക്കും ഇവിടുത്തെ മാത്രം അവസ്ഥയല്ല, എവിടെ ചെന്നാലും ഏത് കൺവെൻഷന് ഏത് ധ്യാനത്തിൽ ചെന്നാലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് കടബാധ്യത, സാമ്പത്തിക തകർച്ച, വലിയ പരാജയത്തിലൂടെയാണ് ക്രൈസ്തവ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ഒരു കാര്യം, ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നു. അത് നമുക്കറിയാം. ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് സ്വന്തം സുഖവും അല്ലെ ആ ഒരു ഇതിൽ ജീവിക്കാൻ ആഡംബരവും ആർത്തിയും ഒക്കെ ആയിട്ടുള്ള ജീവിതമാണ്. അങ്ങനെ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോൾ തന്നെ തകർച്ചകൾ ഉണ്ടാവുന്നു. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിൻ്റെ
കയ്പുള്ള ജീവിതത്തിൽ കർത്താവ് മധുരം വാരി വിതറാൻ പോവുകയാണ്. തീക്കുണ്ടത്തിൽ കിടക്കുമ്പോൾ നിനക്ക് പൊള്ളലേൽക്കത്തില്ല. നീ കർത്താവിൻ്റെ സ്വന്തമാണ്. എനിക്കും പൊള്ളലേൽക്കത്തില്ല. തീ ചുറ്റിലും കാണും, എനിക്ക് പൊള്ളലേൽക്കത്തില്ല. നിങ്ങളിത് വിശ്വസിക്കണം. 3 യുവാക്കന്മാരെ അഗ്നികുണ്ഡത്തിലെറിഞ്ഞു. അവരെ അഗ്നി വിഴുങ്ങിയില്ല, നമ്മളെയും വിഴുങ്ങത്തില്ല. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? പറ, വിശ്വസിക്കാമോ? ഹല്ലേലൂയ. നമുക്ക് വിശ്വസിക്കാം. കർത്താവ് നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.